ഹായ് മക്കളെ, 8ാം ക്ലാസ്സിൻ്റെ ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണത്തിലെ പാർട്ട് 4 അവസാനത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതും കൂടി ഇന്നത്തെ വീഡിയോ കൂടി കഴിയും നമ്മൾ ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അതിൽ നമ്മുടെ ടോപ്പിക് ഒന്ന് നോക്കി വെച്ചാൽ സമഭുജ ത്രികോണം അഥവാ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സിമ്പിളാണ് കേട്ടോ, സിമ്പിളാണ്. അതിനുള്ളൊരു ഹിൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓൾ സൈഡ്സ് ഈക്വൽ, എല്ലാ വശങ്ങളും തുല്യമാണ്. എല്ലാ വശങ്ങളും തുല്യമാവുന്ന ത്രികോണങ്ങളെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആംഗിൾസും ഈക്വൽ ആവും. എല്ലാ ആംഗിൾസും എത്ര വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക? 60 ഡിഗ്രി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. മക്കൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇക്വലാറ്ററൽ എന്ന് പറയുമ്പോൾ, സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ, ഓൾ സൈഡ്സ് ഈക്വൽ, ഓൾ ആംഗിൾസ് ഈക്വൽ, ഈച്ച് ആംഗിൾ എത്ര ആയിരിക്കും ഉണ്ടാവുക? 60 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഇവിടെ പറയാൻ. ഇതുപോലത്തെ മറ്റൊരാളെയും കൂടെ നമുക്ക് പറയാനുണ്ട്. സമപാർശ്വ ത്രികോണങ്ങൾ, ഐസോസലസ് ട്രയാങ്കിൾ. നേരത്തെ 3 ഈക്വൽ അല്ലേ? ഇപ്പോൾ 2 ആൾക്കാർ ഈക്വൽ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. 2 ആൾക്കാരെ ഈക്വൽ ആവാൻ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 2 ആംഗിൾസ് ഈക്വൽ എന്ന് പറയാൻ വേണ്ടി പറ്റും. 2 സൈഡ്സ് ഈക്വൽ, 2 ആംഗിൾസ് ഈക്വൽ, 2 വശങ്ങൾ തുല്യം, 2 കോണുകൾ തുല്യം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ഒരു പക്ഷേ ഞാൻ വരച്ച ഡയഗ്രാം കണ്ടിട്ട് രണ്ടും ഒരുപോലെ മക്കൾക്ക് തോന്നിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണ്, ഇയാളൊരു 5 സെൻറ്റിമീറ്റർ ആണ്, ഈ കാണുന്ന ആളൊരു 7 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ മക്കൾ. മൂന്ന് ആൾക്കാരാണല്ലോ. ശരി, ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആംഗിളും ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആംഗിളും സ്വാഭാവികമായിട്ടും എന്തായിരിക്കണടാ? സെയിം ആയിരിക്കണം. ദാറ്റ്സ് ദ റൂൾ ഓഫ് ഐസോസലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നേ കേട്ട ഡയലോഗ് തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് പറയുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമയം വഹിക്കുന്നില്ല. പേജ് നമ്പർ 32 ചോദ്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കുറച്ച് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ അല്ലേ? ചുവടെ വരച്ചിരിക്കുന്ന സമപാർശ്വ ത്രികോണങ്ങളുടെ മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ അതർ ആംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ ഈക്വൽ സൈഡ്സ് ആരാന്ന് ശരിക്കും കാണിച്ചില്ല കേട്ടോ. നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ കാണുന്ന 2 സൈഡാണ് ഇവിടെ ഈക്വൽ എന്ന് മക്കൾക്ക് മനസ്സിലായി. ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും സെയിം ആവണമെന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ വരേണ്ട ആംഗിൾ 30 ഡിഗ്രി. 3 കൂടി കൂട്ടിയാൽ 180 വരണ്ടേ? ഇയാൾ 30 ആണ്, ഇയാൾ 30 ആണ്. 30 60. ബാക്കി ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യാൻ ആര് വേണം മക്കളെ? 120 ഡിഗ്രി വേണം. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സെയിം അതുപോലെയാണ് അടുത്ത ആൾ. നോക്കടാ, ഈ കാണുന്ന ആളും ഈ കാണുന്ന ആളുമാണ് ഇവിടെ സെയിം. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഓപ്പോസിറ്റുള്ള ആളും ഇവർക്ക് ഓപ്പോസിറ്റുള്ള ആളും സെയിം ആവണം. അപ്പോൾ അയാൾ നമ്മൾ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടാവുക? 3 കൂടി കൂട്ടിയാൽ 180 കിട്ടണ്ടേ? ആ 180യിൽ നിന്ന് ഞാൻ ഈ തന്നിട്ടുള്ള 40 ഡിഗ്രീനെ മൈനസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് കിട്ടിയ ആളില്ലേ, നമുക്ക് 40 മൈനസ് ചെയ്ത് കിട്ടുന്ന ആൾക്ക് ഈക്വലി ഡിവൈഡ് ചെയ്താൽ ഇവർ രണ്ടാളും കിട്ടും. കാരണം ഇവർ രണ്ടാളും സെയിം ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ 180 മൈനസ് 40 ഡിവൈഡഡ് ബൈ 2 ആണ് ഞാൻ ചെയ്യുന്നത്. 140 ഡിവൈഡഡ് ബൈ 2 മക്കളെ. അങ്ങനെ 70 ഡിഗ്രിയാണ് എനിക്കിവിടെ എന്തായിട്ട് കിട്ടാനുണ്ടാവുക? ആൻസറായിട്ട് കിട്ടാനുണ്ടാവുക. അപ്പോൾ ഇയാൾ 70 ഡിഗ്രി ആയിരിക്കും, ഇയാളും ആരായിരിക്കും ഇവിടെ ഉണ്ടാവുക? 70 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ പ്രോബ്ലം. അടുത്തത് നോക്കി നോക്കിയിടാ. അടുത്തതിൽ സെയിം അതുപോലെ തന്നെ ഈ സൈഡും ഈ സൈഡുമാണ് ഇവിടെ സെയിം ആയിട്ടുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും സെയിം ആവണം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? 180യിൽ നിന്നും 100 മൈനസ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 2, 80 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 40 ഡിഗ്രി ആൻസർ കിട്ടുന്നു. ഇയാൾ 40 ഡിഗ്രി ആയിരിക്കും മക്കളെ, ഇയാൾ അതുപോലെ ആരായിരിക്കും ഇവിടെ? 40 ഡിഗ്രിയാണ്. സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നൊരു സാധനം. അടുത്തതിൽ അവിടെ ആംഗിളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ആരാണ്ടാ? 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും. ഈ 2 സൈഡാണ് ഈക്വൽ. അപ്പോൾ ആരൊക്കെയാണ്? ഈ കാണുന്ന ആളും ഈ കാണുന്ന ആളുമാണ് അവിടെ സെയിം ആയിട്ട് വരേണ്ടത്. അപ്പോൾ അയാളെ കിട്ടാൻ വേണ്ടിയിട്ട് 180യിൽ നിന്നും തന്നിട്ടുള്ള 90 ഡിഗ്രി മൈനസ് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2, 45 ഡിഗ്രി ഈച്ച് എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടുക. ഈ കാണുന്ന ആൾ 45 ഡിഗ്രി ആയിരിക്കും, ഈ കാണുന്ന ആൾ എത്രയായിരിക്കും ഇവിടെ? 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആദ്യ സെറ്റ് 32ാമത്തെ പേജിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്ത് തീർക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് 35ാമത്തെ പേജിലാട്ടോ, 35th പേജിൽ. ഇതേ ചോദ്യം എഴുതി ചോദിച്ചിട്ടുണ്ട്. 1 ആംഗിൾ ഓഫ് ആൻ ഐസോസലസ് ട്രയാങ്കിൾ ഇസ് 120. വാട്ട് ആർ ദ അതർ 2 ആംഗിൾസ്? മക്കളെ വലിയ ആംഗിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതർ 2 ആംഗിൾസ്, മറ്റ് 2 കോണുകൾ. അതർ 2 ആംഗിൾസ്. മലയാള മീഡിയക്കാർ ചോദ്യം നോക്കിയിട്ടുണ്ടാവണമല്ലോ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120, ബാക്കി ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 180 ഡിഗ്രിയിൽ നിന്ന് 120 മൈനസ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 60 ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 30 ഡിഗ്രി ഈച്ച്. മേ ബി മക്കൾക്ക് ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു സംശയം വരും. സാർ, ഈ 120 ഒറ്റ, ഇപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഈ 100 ഒരാളേ ഉള്ളൂ, 40 2 ആൾക്കാരുണ്ട്.
90 ഒരാളേ ഉള്ളൂ, 45 രണ്ടാൾക്കാരുണ്ട്. സാറിന് എങ്ങനെയാണ് ഈ 120 കണ്ടപ്പോൾ ഇയാൾ ഒറ്റയ്ക്കുള്ള ആളാണോ അതോ ഡബിൾ ആണോ എന്ന് മനസ്സിലായത്? പറയാം. എടാ 120 2 പ്രാവശ്യം വെച്ചാൽ തന്നെ 240 ആയില്ലേ. അപ്പോൾ അയാൾ ഒരിക്കലും വരില്ല. ട്രയാങ്കിളുടെ സം ഓഫ് ആംഗിൾസ് ആകെ എത്രയേ വരാൻ പാടുള്ളൂ? 180. അങ്ങനെയാണ് ഞാൻ എന്തുറപ്പിച്ചത് മക്കളെ, ഈ 120 ഡബിൾ ഉള്ള ആംഗിളല്ല, സിംഗിളായിട്ട് നിൽക്കുന്ന ആംഗിളാണ് എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും, സമയം കളയുന്നില്ല. ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് 2 പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. ചിത്രത്തിലൊരു വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ 2 ബിന്ദുക്കളും യോജിപ്പിച്ച് ത്രികോണം വരച്ചിരിക്കുന്നു. എടാ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. മറ്റ് 2 ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. എടാ ഞാൻ ഇയാൾക്കൊരു പേര് കൊടുത്തു വയ്ക്കുന്നുണ്ട്, OAB. എടാ OAയും OBയും ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും ഈ സർക്കിളിൻ്റെ ആരാണ് മക്കളെ? റേഡിയസ് ആണ്. അപ്പോൾ ഇയാൾ എന്ത് ട്രയാങ്കിളായിടാ? ഐസോസിലസ് ട്രയാങ്കിളായി. അപ്പോൾ ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും സെയിം ആവണം. അപ്പോൾ ആ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ A = ആംഗിൾ B എന്ന കാര്യം നമുക്കറിയാം. അയാളെ കിട്ടാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ നിന്നും 60 ഡിഗ്രി മൈനസ് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 120 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ആ കാണുന്ന ആൾക്കാരും എത്ര വെച്ചായിരിക്കും ഉണ്ടാവുക? 60 ഡിഗ്രി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ കണ്ട അസംഷന് ചെറിയൊരു മാറ്റമുണ്ട്. ഇയാൾ ഐസോസിലസ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ എഴുതി വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇയാൾ ആരാണടാ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് ഇയാൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു സമപാർശ്വ ത്രികോണമാണെന്നുള്ള ധാരണയിൽ എഴുതി തുടങ്ങിയതാണെങ്കിലും ഇയാൾ അവസാനിക്കുന്ന സമയത്ത് മക്കളെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇയാളൊരു സമപാർശ്വ ത്രികോണമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദ പിക്ചർ ബിലോ ഷോസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണടാ. ദ പിക്ചർ ബിലോ ഷോസ് ദ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ചിത്രത്തിലൊരു വൃത്തത്തിലെ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചൊരു ത്രികോണം വരച്ചിരിക്കുന്നു. 2 of the angles formed by joining these points to the center of the circle are also given. ഈ പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെ 2 കോണുകൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ. അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എല്ലാ ആംഗിളും കാണണം. തേർഡ് സബ് ക്വസ്റ്റ്യൻ ആവട്ടെ നിങ്ങളോട് സെൻറ്ററിലുള്ള 3ാമത്തെ ആംഗിൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും നേരം ചെയ്ത ലെവലിലൊന്നും ഉള്ളതില്ല. അപ്പോൾ ഞാനൊരു പേരൊക്കെ കൊടുത്തു വയ്ക്കുക. സെൻറ്റർ O ആയിക്കോട്ടെ, ഈ കാണുന്ന ആൾക്ക് A എന്ന് പേര് കൊടുക്കുന്നുണ്ട്, ഈ കാണുന്ന പോയിന്റ് B ആവട്ടെ, ഈ കാണുന്ന പോയിന്റ് C ആവട്ടെ. സെൻറ്ററിലുള്ള ഇയാൾ നമുക്കറിയാലോടാ, ഈ കാണുന്ന എല്ലാവരെയും കൂടി ആഡ് ചെയ്താൽ വരേണ്ട വാല്യൂ എത്രയാണെന്നുള്ള കാര്യം. ഈ കാണുന്ന 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ സർക്കിളിൻ്റെ ആംഗിൾ ആയിട്ടുള്ള 360 കിട്ടണം നമുക്കറിയാം. അപ്പോൾ ആ ആംഗിൾ ആയിട്ടുള്ള ഞാൻ അവിടെ പേര് കൊടുക്കുന്നുണ്ട്, ആംഗിൾ BOC അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 360 മൈനസ് ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്തതാ മക്കളെ? 110 + 120, 110 + 120. ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ എഴുതുന്നൂടാ? വിച്ച് ഇസ് ഈക്വൽ ടു 360 മൈനസ് 230 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. 2 കൂടി ആഡ് ചെയ്ത് കിട്ടിയ അങ്ങനെ അവസാനം 130 ഡിഗ്രി ആയിരിക്കും അയാളുടെ ആൻസർ വരിക. ഈ കാണുന്ന ആളുടെ റിസൾട്ട് 130 ഡിഗ്രി ആയിരിക്കും. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ചെറിയ ആംഗിൾസ് ആയിട്ട് എടുത്ത് നോക്കാം. എടാ ഈ ട്രയാങ്കിൾ മാത്രം നോക്കട്ടോ മക്കൾ. ഈ ട്രയാങ്കിൾ നോക്കിയാൽ മനസ്സിലാവും ഇതിലെ 2 സൈഡ്സ് സെയിം ആണ്. OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും നമ്മൾ ഒരുപാടായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ആരാടാ? ഈ പറയുന്ന ആൾ നമ്മുടെ റേഡിയസുകളായതുകൊണ്ട്, ഇത് 2 റേഡിയസ് ആയതുകൊണ്ട് ഇയാൾ ഐസോസലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും സെയിം ആണ്. നടുവിൽ 120 ആണ്. അപ്പോൾ ഈ 2 ആൾക്കാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. 180 മൈനസ് 120 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ 180 120 കുറച്ച് ബാക്കിയുള്ള 60 2 ഈക്വൽ കഷ്ണങ്ങളാക്കും മക്കളെ. ഇയാൾ 30 ആയിരിക്കും മക്കൾക്ക് എഴുതാനുണ്ടാവുക, അതുപോലെ ഇയാൾ മക്കൾക്ക് 30 ആയിരിക്കും എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുക. ആണോ അല്ലയോ? അങ്ങനെ നമുക്ക് അടുത്ത ആളെ ഒന്ന് നോക്കി നോക്കാം. അടുത്ത ആൾ ഇതാ ഈ കാണുന്ന ട്രയാങ്കിൾ സെയിം ആപ്ലിക്കേഷനാണ്. പക്ഷേ അവിടെ 120ക്ക് പകരം 110 എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? 180 മൈനസ് 110 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ 70ന് 2 കഷ്ണങ്ങളാക്കിയിട്ട് 35 വീതമുള്ള ഓരോ ആംഗിളുകളായിരിക്കും. ഇയാൾ 35 ഡിഗ്രി ആയിരിക്കും, ഇയാൾ 35 ഡിഗ്രി ആയിരിക്കും. അതേപോലെ നോക്കടാ, അടുത്തൊരാളെ നിങ്ങളോട് അവിടെ ചോദിക്കുന്നുണ്ട് 130. 3ാമത്തെ ട്രയാങ്കിളിലേക്ക് 130 ഡിവൈഡഡ് ബൈ 2, 180 മൈനസ് 130 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ബാക്കി ഉണ്ടാവും 50 ആണ്. 50നെ 2 കഷ്ണങ്ങളാക്കുക. അപ്പോൾ ഇവിടെ 25 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ 25 ഡിഗ്രി ആയിരിക്കും ഉണ്ടാക്കുക. വൃത്തത്തിലെ വലിയ പച്ച ത്രികോണത്തിൻ്റെ കോണുകളെല്ലാം കണക്കാക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും ഒന്ന് കിട്ടിയ സാധനം എഴുതി വയ്ക്കാം. എടാ ആംഗിൾ A = ആംഗിൾ B = ആംഗിൾ C = ഞാൻ ഓരോ വരികൾ എഴുതി വയ്ക്കുന്നുണ്ട്.
മക്കൾ നോക്കിയാൽ മനസ്സിലാവും. എ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ആംഗിൾസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാടാ? ഒരു 35 ഉണ്ട്, ഒരു 13 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക മക്കളെ? 65 ഡിഗ്രിയാണ് കിട്ടുക. അതേപോലെ മക്കൾ ബിയിലൊന്ന് നോക്കി നോക്കടാ. ബിയിൽ അവിടെ ഒരു 35 ഉണ്ട്, അതേപോലെ ഒരു 25 കൂടി ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്താൽ മക്കളെ നമുക്ക് എത്രയാണ് കിട്ടുക? 60 ഡിഗ്രിയാണ് കിട്ടുക. അതേപോലെ സിയിലൊന്ന് നോക്കി നോക്കുക മക്കളെ. അവിടെ ഒരു 25 ഡിഗ്രി ഉണ്ട്, അതേപോലെ ഒരു 30 ഡിഗ്രി ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൾ 55 ഡിഗ്രിയാണ്. ഈ കാണുന്ന മൂന്നാൾക്കാരെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ? ആരൊക്കെ ഉണ്ടാവുക? ഒരു 65 ഉണ്ട്, അതേപോലെ ഒരു 60 ഉണ്ട്, അതേപോലെ ഒരു 55 ഉണ്ട് അല്ലേ? 65 ഉണ്ട്, 60 ഉണ്ട്, അതേപോലെ ആരുണ്ടടാ? 55 ഉണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ തിരിച്ച് അതിലേക്ക് ഒരു 180 വരും. സോ നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് പറഞ്ഞാലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പറയണം. കേൾക്കുമ്പോൾ വലിയ ഞാൻ സിമ്പിളാക്കിയിട്ട് മക്കളെ കേട്ടിട്ട് പേടിക്കണം. ഞാനത് സിമ്പിളാക്കിയിട്ട് ഡിഫൈൻ ചെയ്തത്. In any isosceles triangle, the perpendicular from the vertex joining the equal side to its opposite side splits this side and the angle at the vertex into equal parts. ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബം ഈ വശത്തെയും ഈ മൂലയിലുള്ള കോണിനെയും സമഭാഗം ചെയ്യുന്നു. കൺഫ്യൂഷൻ ആക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സിമ്പിളാണ്, അത്രയും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എടാ, ഞാനിപ്പോൾ മക്കൾ സ്ക്രീനിൽ കാണുന്നത്, ബോർഡിൽ കാണുന്നത് ഒരു ഐസോസലസ് ട്രയാങ്കിളാണ്. നോക്കി നോക്കൂ, രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് മക്കൾ കാണുന്നത്. ആണോ അല്ലയോ? അല്ലേ? ഇറ്റ്സ് ആൻ ഐസോസലസ് ട്രയാങ്കിൾ. ഫോർ ഷുവർ ഇറ്റ്സ് ആൻ ഐസോസലസ് ട്രയാങ്കിൾ. അവർക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളുകളാവട്ടെ അയാളും ഈക്വലാണ്. ഈ ഈക്വൽ സൈഡ്, ഇപ്പോൾ ഈക്വൽ സൈഡ് ആരോ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡാണ്, ഇവിടെ ഈ സൈഡാണ്. ഈ രണ്ട് ആളുകളും ജോയിൻ ചെയ്യുന്ന ആംഗിളുകളില്ലേ, ആ വേർട്ടെക്സ് ഇല്ലേ മക്കളെ, ഇതാ വേർട്ടെക്സ്, മൂല. അവിടെ നിന്നും ഞാനൊരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയെ താഴേക്ക് വരയ്ക്കുകയാണെന്ന് മക്കൾ വിചാരിക്കുക. ഒരു പെർപെൻഡിക്കുലർ ഞാൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന 120 ഡിഗ്രിയിലെ മക്കളെ അയാൾ ഈക്വലി സ്പ്ലിറ്റ് ആവുന്നു എന്ന് വെച്ചാൽ 60 ഇത് നമ്മൾ പറയുന്ന ഐസോസലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത കേട്ടോ, വേറെ എവിടെയും നമുക്കിത് പഠിക്കാനില്ല. അതുമാത്രമല്ലടാ, നമ്മൾ ആ മൂന്നാമത്തെ സൈഡില്ലേ ഈ 6 സെൻറ്റിമീറ്റർ അയാളും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. എങ്ങനെയാണ് മക്കളെ? 3 സെൻറ്റിമീറ്റർ. ഇതാണ് വലിയ വരിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മക്കൾ ഈ തിയറി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്ത് വെച്ചാൽ മതി. അതിന് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡാറ്റ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള ഒരു പരിപാടി വേറെ പറയാനില്ല. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മക്കളെ ഹാഫ് ബി എച്ച്. ഹാഫ് അറിയാലോ? അറിയാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസാണ്, പാദമാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, ഉയരമാണ് കേട്ടോ. ലംബ ദൂരം എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളൊരു വാക്കും ഇതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. എടാ, ഇത് കൂടാതെ ഒരു പോയിന്റും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അത് പൈതഗോറസ് തിയറം. മക്കൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും, പൈതഗോറിയൻ സിദ്ധാന്തം. ആ പറഞ്ഞ സാധനവും കൂടെ എന്ത് ചെയ്യണം? വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാലേ ഇനിയുള്ള 2 ചോദ്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് എടുക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഞാൻ എന്നൊരു നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അതല്ല എടാ, ഓൾറെഡി നമുക്ക് 9ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഇനി ഇത് തിരഞ്ഞു പോയിട്ട് ബുദ്ധിമുട്ടൊന്നും ചെയ്യണ്ട. ഞാൻ 9ാം ക്ലാസ്സിന് വേണ്ടി എടുത്തു വെച്ച ആ ബൈറ്റ് നേരെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇടുന്നുണ്ട്. മീൻസ് ഇപ്പം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മക്കൾ കേൾക്കുന്നത് അടുത്തൊരു ടോപ്പിക്ക് മാത്രം സാർ 9ാം ക്ലാസ്സിന് വേണ്ടി എടുത്തതായിരിക്കും മക്കൾ കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് നമുക്ക് തിരിച്ചു വരും. മട്ടത്രികോണത്തിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലായിരിക്കും ഇത് വർക്ക് ആവുന്നുണ്ടാവും. പഠിച്ചു തുടങ്ങി കേട്ടോ മക്കളെ. മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിളിലാണ് ഈ തിയറി എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. മക്കൾക്ക് ഇവിടെ ഒരു 90 ഡിഗ്രി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ, ഒരു 90 ഡിഗ്രി കോൺ. അയാൾക്ക് ഓപ്പോസിറ്റ് എതിരെ ആയിരിക്കും മക്കളെ ലോങ്ങസ്റ്റ് സൈഡ് ഉണ്ടാവുക. എപ്പോഴും അയാൾക്ക് എതിരെ ആയിരിക്കും എന്തുണ്ടാവുക? ലോങ്ങസ്റ്റ് സൈഡ് ഉണ്ടാവുക, വലിയ വശം ഉണ്ടാവുക. ഓക്കെ, അയാൾ മലയാളം മീഡിയക്കാർ പഠിക്കേണ്ട പേര് നോക്കി വെച്ചോളൂടാ. കർണം എന്നാണ് നമ്മൾ അയാളെ വിളിക്കുക. എന്താ മക്കളെ അയാൾ നമ്മൾ വിളിക്കുക? കർണം എന്നാണ് നമ്മൾ അയാളെ വിളിക്കുന്നുണ്ടാവുക. അയാളെ തൽക്കാലത്തേക്ക് സിമ്പിളായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എച്ച് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. എടാ, അത് കൂടാതെ മറ്റ് 2 സൈഡുകളില്ലേ, അവർ രണ്ടുപേരും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് മക്കൾ പഠിച്ചു വെച്ചു. രണ്ടാളും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേര് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നാണ് വിളിക്കുക. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നാണ് വിളിക്കുക. ലംബവശങ്ങൾ എന്നാണ് വിളിക്കുക മക്കളെ. ഈ ലംബവശങ്ങളിൽ 2 പാർട്ടുണ്ട്. ഒരാൾ ആൾട്ടിറ്റ്യൂഡാണ്, അയാളെ എ എന്ന് വിളിക്കാം. മറ്റൊരാൾ ബേസ് ആണ്, അയാളെ ബി എന്ന് വിളിക്കാം. മക്കളെ, ബേസിന് പകരം പാദം എന്ന് പറയുന്ന വാക്കും ആൾട്ടിറ്റ്യൂഡിന് പകരം ലംബം എന്ന് പറയുന്ന വാക്കുമാണ് മലയാളം മീഡിയക്കാർ. എങ്ങനെയാണ് അപ്പോൾ ഇക്വേഷൻസ് പഠിക്കാനുള്ളത്? ഞാൻ എഴുതാൻ മക്കൾ ശ്രദ്ധിച്ചോ. h² ഇസ് ഈക്വൽ ടു a² പ്ലസ് b². ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്നാണ്. കർണം സ്ക്വയർ സമം ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. നമുക്ക് ഷോർട്ടസ്റ്റ് സാധനങ്ങൾ പഠിച്ചാൽ മതി. h² ഇസ് ഈക്വൽ ടു a² പ്ലസ് b². അല്ലെങ്കിൽ
എ സ്ക്വയർ ഇസ് ഇക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതല്ലെങ്കിൽ ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ 3 ഇക്വേഷനുകളും വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനുകളാണ്. അപ്പോൾ നമ്മൾ പഠിച്ച 3 കണ്ടന്റുകളും വെച്ചുകൊണ്ട് നമുക്ക് മെല്ലെ ക്വസ്റ്റ്യനുകൾ ചെയ്തു തുടങ്ങാം. ചുവടെ കാണിച്ചിരിക്കുന്ന 2 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക. ഒന്ന് ഇത് അവിടെ ഉണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾസ് ഗിവൺ ബിലോ. എടാ, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, പരപ്പളവ് കണക്കാക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഇസ് ഇക്വൽ ടു ഹാഫ് ബി എച്ച്. മക്കൾ നോക്കിയാൽ മനസ്സിലാവും, ബേസ് പാദം ബി ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ ആരെ തന്നിട്ടില്ല, എച്ച് ഇവിടെ തന്നിട്ടില്ല. അപ്പം എച്ച് ആര് വരച്ചിട്ടുണ്ടാക്കണം, നമ്മൾ വരച്ചുണ്ടാക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഒരു ഹൈറ്റ്, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഹൈറ്റ് വരച്ചുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഹൈറ്റ് വരച്ചിട്ടുണ്ട് മക്കളെ, പെർപെൻഡിക്കുലർ ആണ്, അയാളെ വരച്ചു. ഞാൻ 90 ഡിഗ്രി ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കടാ. അപ്പോഴാണ് എനിക്ക് വേറൊരു ആശയം തോന്നി. മക്കൾ നോക്ക്, ഈ കാണുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഇയാൾ 5 ആണ്, ഇയാളും 5 ആണ്. വിച്ച് മീൻസ് ഐസോസിലസ് ട്രയാങ്കിൾ ഇങ്ങനെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ സ്പ്ലിറ്റ് സംഭവിക്കുമെന്നും അവർ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ 8 സെൻറ്റിമീറ്റർ, താഴെ കാണുന്ന 8 സെൻറ്റിമീറ്റർ എങ്ങനെയായിരിക്കും മക്കളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക? 4 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം. ഹൈറ്റ് ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ, പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? പൈത്തഗോറസ് തിയറം നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ തൽക്കാലം ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുത്തു വയ്ക്കാം. എ ബി സി, ഈ കാണുന്ന ആൾ ഡി എന്ന് പറയുന്ന പോയിന്റ്. എടാ, അതിൽ ഏതാളെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഫസ്റ്റ് ട്രയാങ്കിളോ ഈ സെക്കൻഡ് ട്രയാങ്കിളോ ആരെ വേണമെങ്കിലും എടുക്കാം. ഞാൻ അതിൽ ഒന്നാമത്തെ ട്രയാങ്കിൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി ഡി, എ ബി ഡി എന്ന മട്ടത്രികോണത്തിൽ, അവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, 90 ഡിഗ്രിക്ക് എതിരായിരിക്കും ആരുണ്ടാവുക? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമുണ്ടാവുക അല്ലേ? ബാക്കി 2 ആൾക്കാർ ഈ ലംബവശങ്ങൾ എന്നൊക്കെ വിളിക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കാണുന്ന ആൾ ഇവിടുത്തെ ബേസ് ആണ്, ഈ കാണുന്ന ആൾ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് ആണ് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ആരെയാ മക്കളെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഉയരമാണ്, ആൾട്ടിറ്റ്യൂഡാണ്. എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ? എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇയാളുടെ സ്ക്വയർ മൈനസ് ഇയാളുടെ സ്ക്വയർ. എച്ച് എന്ന് പറയുന്നത് ഇവിടെ ആരാടാ? എ ബി ആണ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഡി ആണ്. എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആരാ മക്കളെ ഉണ്ടാവുക? നമുക്കത് കറക്റ്റ് നോക്കി നോക്ക്. എ ഡി സ്ക്വയർ കണ്ടുപിടിക്കാൻ എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ, എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ. എ ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാടാ? 5 ആണ് അവിടെ വാല്യൂ. 5 സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 25 ആണ്. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 16 ആണ്. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9 ആണ്. നമുക്ക് വേണ്ടത്, നമുക്കിപ്പോൾ കിട്ടിയത് എ ഡിയുടെ സ്ക്വയർ ആണ്. ശ്രദ്ധിക്കണം, എ ഡി അല്ല കേട്ടോ, നമുക്ക് എ ഡി വേണമല്ലോ. അതുകൊണ്ട് എ ഡി ഇസ് ഈക്വൽ ടു √9 എന്നാ പറയുക മക്കളെ. എ ഡി ഇസ് ഈക്വൽ ടു, ആ സ്റ്റെപ്പ് പഠിച്ചു വെച്ചേക്കണേടാ. ആരുടെ സ്ക്വയറാണ് 9 എന്ന് നമ്മൾ നോക്കേണ്ടത്? 3ൻ്റെയാണ്. അപ്പോൾ എ ഡിയുടെ വാല്യൂ മക്കൾക്ക് എത്രയാണ് കിട്ടുക? 3 ആണെന്നാണ് മക്കളെ ഇവിടെ കിട്ടുക. എ ഡിയുടെ വാല്യൂ എത്രയാണ് കിട്ടുക മക്കളെ? 3. അപ്പോൾ നമുക്ക് ഏരിയയിലേക്ക് വരും. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എത്രയാണ് മക്കളെ? വലിയ ട്രയാങ്കിളുടെ അല്ലേ? ബേസ് എത്രയാണ്? 8 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ 2ഉം 8ഉം ക്യാൻസൽ ചെയ്തു, ഇവിടെ 4 എന്ന് എഴുതുന്നു. 4 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരികയുണ്ടാവുക. സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേൽ നോക്കാം. സെയിം പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരാൾ. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാ? നമുക്ക് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. ബേസ് തന്നിട്ടുണ്ട്, പക്ഷേ ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം എന്ത് വരയ്ക്കാൻ തീരുമാനിക്കുന്നു? ഒരു ഹൈറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു മക്കളെ. യെസ്, അയാൾ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതിനുശേഷം നമുക്ക് നോക്കാം, ഇയാളും ഒരു ഐസോസലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ നമുക്കവിടെ താഴത്ത് സ്പ്ലിറ്റ് സംഭവിച്ചു, ഒരു പേര് കൊടുത്തു കേട്ടോ, പി ക്യു ആർ. ആ 6 സെൻറ്റിമീറ്റർ എങ്ങനെയായിരിക്കും ഇവിടെ കട്ടായിട്ടുണ്ടാവുക? 3 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമായിട്ട് കട്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യം അറിയാം. ഹൈപ്പോട്ടന്യൂസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 90ക്ക് ഓപ്പോസിറ്റാണ് ഹൈപ്പോട്ടന്യൂസ് ഉണ്ടാവേണ്ടത്, ദ ലാർജസ്റ്റ് സൈഡ്. അപ്പോൾ ഇയാളാണ് കർണം എന്ന് മനസ്സിലായി. ഈ കാണുന്ന ആൾ ഇവിടുത്തെ ബേസ് ആണ്, ഈ കാണുന്ന ആൾ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് ആണെന്നൊക്കെയുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ ഞാൻ ഇനി ഓവർ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് പോകുന്നില്ല. ഇതിൽ ഏത് ട്രയാങ്കിൾ വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇൻ റൈറ്റ് ട്രയാങ്കിൾ പി ക്യു എസ്, ഞാൻ അയാളെ ആട്ടോ എടുക്കുന്നത്, ഫസ്റ്റ് കണ്ട ആളെ ആട്ടോ മക്കളെ എടുക്കുന്നത്. പി ക്യു എസ് എന്ന മട്ടത്രികോണത്തിൽ അവിടെ നമുക്ക് വേണ്ടത് പി എസിൻ്റെ സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു
പി ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ എസ് സ്ക്വയർ. എടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ റെഫർ ചെയ്തിട്ട് വന്നാൽ മതി. അവിടെ വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരേപോലത്തെ ചോദ്യം വലിച്ചു നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്ത് അത്രയും സിമ്പിൾ സ്റ്റെപ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് പറയുന്നു. പി ക്യൂ സ്ക്വയറിന് പകരം ഞാൻ 5 സ്ക്വയർ എന്ന് എഴുതിയേക്കാം, മൈനസ് ക്യൂ എസ് സ്ക്വയറിന് പകരം ഞാൻ 3 സ്ക്വയർ എന്ന് എഴുതാം. 5ൻ്റെ സ്ക്വയർ നമുക്ക് അറിയാം 25 ആണ്, 3ൻ്റെ സ്ക്വയർ നമുക്ക് അറിയാം 9 ആണ്. 25 മൈനസ് 9 ചെയ്താൽ 16 ആണ്. നേരത്തെ പഠിച്ച പുതിയ സ്റ്റെപ്പ് ഓർമ്മ ഉണ്ടല്ലോ മക്കളെ. പി എസ് കിട്ടാൻ, പി എസിൻ്റെ സ്ക്വയർ 16 ആണെങ്കിൽ പി എസ് കിട്ടാൻ √16. ആരുടെ സ്ക്വയർ ആണ് 16 നോക്കുക മക്കളെ? 4 ആണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈറ്റ് കിട്ടിയത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഏരിയയിലേക്ക് വരുമ്പോൾ 1/2 ഇൻറ്റു ബേസ്. ആരാണ് ബേസ്? വലിയ ട്രയാങ്കിളിൻ്റെ 6 ഇൻറ്റു ഹൈറ്റ് ആരാ മക്കളെ? 4 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇത് കട്ട് ചെയ്താൽ 3 കിട്ടുക ഇൻറ്റു 4 വിച്ച് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ ആ ചോദ്യം എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തിലേക്ക് പോകും. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 70 ഡിഗ്രിയാണ്. മറ്റ് രണ്ട് കോണുകളെക്കുറിച്ച് എന്തൊക്കെ പറയാം? ഗിവൺ ദാറ്റ് വൺ ട്രയാങ്കിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഇസ് 70 ഡിഗ്രി, വാട്ട് ക്യാൻ വി സേ അബൌട്ട് അതർ ആംഗിൾസ്? നമുക്ക് അതിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, പക്ഷെ നമുക്ക് 2 കേസസ് ആയിട്ട് പഠിക്കാം. ആദ്യത്തെ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. കേസ് 1, ഒന്നാമത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. എടാ ഒരു ട്രയാങ്കിൾ ഉണ്ട്. നമ്മളോട് ചോദ്യം പറഞ്ഞ പോലെ അയാൾ ഐസോസെലസ് ട്രയാങ്കിളാണ്. ഈ കാണുന്ന ട്രയാങ്കിളിൽ ABC എന്നാണ് അയാളുടെ പേരെന്ന് വിചാരിച്ചോളൂ. ഈ AB-യിൽ ഇവിടെ AB-യും AC-യും സെയിം ആയിട്ടുള്ള സൈഡ്സ് ആണ്. സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെയുള്ള ആംഗിൾ 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് ഈ 2 ആംഗിളുകൾ ആരാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നുണ്ടാവുമല്ലോ. 180-ൽ നിന്നും 70 മൈനസ് ചെയ്ത് ബാക്കി വരുന്ന 110-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇയാൾ 55 ഡിഗ്രി, ഇയാൾ 55 ഡിഗ്രി. സോറി, ഞാൻ 50 നാട്ടോ മക്കൾ എഴുതി, 55 ഡിഗ്രി. ഇതൊരു കേസാണ്, ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ മറ്റ് 2 ആംഗിളുകളെ കുറിച്ച് എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ മറ്റ് 2 ആംഗിളുകൾ ഒരു പക്ഷേ 55 ആയേക്കാം. കാരണം ഇതല്ലാത്ത മറ്റൊരു സാഹചര്യം കാണിച്ചു കേട്ടോ നമുക്ക്. കേസ് 2, രണ്ടാമത്തെ ഒരു സാഹചര്യം. നമ്മൾ പറഞ്ഞ സെയിം ട്രയാങ്കിളിനെ കുറിച്ച് പോലെയുള്ള മറ്റൊരു ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കണേ. എടാ ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം നമുക്ക്. PQR എന്നായിക്കോട്ടെ അയാളുടെ പേര്. എടാ ഈ കാണുന്ന ട്രയാങ്കിളിൽ ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് ഈക്വൽ സൈഡ്സ് മാർക്ക് ചെയ്തേക്കാം. ഈ കാണുന്ന PQ എന്ന് പറയുന്ന സൈഡും PR എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണോ? പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇവിടെയാണ് 70 ഡിഗ്രി മാർക്ക് ചെയ്യുന്നതെങ്കിൽ മക്കൾക്ക് അറിയാം ഇയാളുടെ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ് ആയതുകൊണ്ട് ഇയാൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ തന്നെയാണ് ഇവിടെയും വരേണ്ടത്. അപ്പോൾ ഇയാൾ 70 ആയിരിക്കും. മക്കളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കാണുന്ന ഇവിടുത്തെ തേർഡ് ആംഗിൾ എന്ന് പറയുന്ന ആരായിരിക്കും? 70, 140, ബാക്കി 180 തികയാൻ 40 ഡിഗ്രി. ഇത് രണ്ടും ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 70 ഡിഗ്രി ആവുന്ന സാഹചര്യമല്ലേ? ഒരു ആംഗിൾ ഐസോസെലസിൽ 70 ആവുന്നല്ലേ? നോക്കി നോക്ക്. ഇവിടെ ഒരു ആംഗിൾ 70 ആണ്, ഇവിടെ ഒരു ആംഗിൾ 2 ഇവിടെ ഒന്ന് 70 ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കേസസാണ്, രണ്ടും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മറ്റ് ആംഗിളുകളെ കുറിച്ച് എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നമ്പർ 1, അതർ ആംഗിൾസ് ക്യാൻ ബി 55 ഡിഗ്രി ഈച്ച്. അതല്ലാന്നുണ്ടെങ്കിൽ അതർ ആംഗിൾസിൽ ഒരാൾ 70 ആണെങ്കിൽ വേറൊരാൾ 70, മറ്റൊരാൾ 40 ആവാനുള്ള സാഹചര്യമുണ്ട്. മക്കൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടുതലുണ്ട്. ഒരു കോൺ 70 ഡിഗ്രിയും ഒരു വശം 8 സെൻറ്റിമീറ്ററുമായ തുല്യമല്ലാത്ത എത്ര സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാം? ഹൗ മെനി നോൺ ഈക്വൽ ഐസോസെലസ് ട്രയാങ്കിൾസ് can be drawn with one angle 70 degree and one side 8 centimeter. എടാ ഈ 70 ഡിഗ്രി നമ്മൾ മുന്നേ കേട്ടതാണ്, പക്ഷെ അതിൻ്റെ കൂടെ പ്രാവശ്യം ആരും കൂടി വന്നു, 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരാളും കൂടെ കയറി വന്നിട്ടുണ്ട് എന്ന് മാത്രം. നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമുക്കത് നേരത്തെ പഠിച്ച പോലെ നമുക്ക് കേസസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോരാം. ഓക്കെ, അപ്പോൾ ഞാൻ കേസ് 1 ഒന്നാമത്തെ കേസാണ് പറയുന്നത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മക്കളെടാ ജസ്റ്റ് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നിന്ന് അയാളെ ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശരി, നോക്കടാ. ഈ കേസിൽ ഇപ്പം ഞാൻ 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ആളെ ഞാൻ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 70യുടെ ഓപ്പോസിറ്റ് ഉള്ളൊരു സൈഡായിട്ടാണ്. ഇങ്ങനൊരു സാധനം. എന്നിട്ട് ഇത് വേറെ ഏതോ ഒരാൾ, ഇത് നമുക്ക് അറിയാത്ത ഒരാൾ, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടെ? ഓക്കെ, ഇനി ഇതുപോലെ മക്കൾ നോക്കി നോക്കട്ടെ. ഒരു കേസ് 2, ഇതേ ഫിഗറിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു കേസ് ഞാൻ കാണിച്ചു തരാം. മക്കൾ നോക്കണേ. ഇതാണ് അങ്ങനത്തെ ഒരാൾ. നോക്കടാ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് ഇവിടെ ആയിരുന്നില്ലേ? ഇപ്രാവശ്യം ഈ
ഡയഗ്രത്തിൽ 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ആയിക്കോട്ടെ. എടാ അതൊക്കെ റഫ് ഡയഗ്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇവർ വേറെ വേറെ ഡയഗ്രം അല്ലേ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക്. എക്സ്ട്രീംലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കേസസ് അല്ലേ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. 8ഉം നോൺ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവർ. ദേ ആർ നോട്ട് ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഇവിടെ പറ്റും. ഇനി അതുപോലെ നമ്മുടെ ഈ കാണുന്ന തൊട്ട് മുന്നത്തെ കേസിൽ ഇവിടെയും രണ്ട് സാഹചര്യമുണ്ട്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയോക്കടാ. ഇവിടെ 8 കൊടുത്തുകൊണ്ട് ഒരു ചാൻസ്, ഇവിടെയും 8 കൊടുത്തുകൊണ്ട് വേറൊരു ചാൻസ്. അപ്പോൾ എത്ര ചാൻസസ്, മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂടാ? മൊത്തം നമുക്ക് 4 ട്രയാങ്കിൾസ് ആണ് അത്തരത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക മക്കളെ, ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റൻ ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം ആയതുകൊണ്ട് പറഞ്ഞാണ്. ആൻഡ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് അവർ യൂണിറ്റ്. ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, അവസാനിപ്പിക്കുകയാണ്. സോ അടുത്ത ചാപ്റ്ററിൽ കാണാം.